ഇത്രയും പേര് ഇരിക്കണ കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം. ഇതാ നിലത്തൊക്കെ ഇരിക്കണത് അമ്മമാര്. സുഖമല്ല? ഓക്കെ ആണോ? നമ്മുടെ നാടല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല ചിരിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ ഇപ്പുറത്തൊക്കെ സുഖമാണോ? ഓക്കെ. ഇവിടെ കുറച്ചുകൂടി ആക്റ്റീവാ തോന്നുന്നു. ഇവിടെ കുറച്ചുകൂടി പ്രോഗ്രാം കാണാനുള്ള ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. എല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷം. പുറകില് ശബ്ദം ഉണ്ടാക്കോ? ബാക്ക് ബെഞ്ചസ് ഒക്കെ സെറ്റ് ആവണല്ലോ. ചെനക്കത്തൂർ ഹായ്, സുഖം തന്നെ? ഓക്കെ. ഇപ്പം ചെനക്കത്തൂർ പൂരത്തോട് അനുബന്ധിച്ച് ഉത്സവത്തോടനുബന്ധിച്ച് ചെനക്കത്തൂർ അല്ലെങ്കിൽ പാലപ്പുറം ദേശക്കാരെ ചെയ്യുന്ന ഈ ഒരു ദേശോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വന്നിട്ടുള്ള എല്ലാ ഉത്സവ കമ്മിറ്റി മെമ്പേഴ്സിനും, ഇതിൻ്റെ സ്പോൺസർമാർക്കും, ഇതിന് വർക്ക് ചെയ്യുന്ന കുറേ വോളണ്ടിയർമാരുണ്ട്, അവർക്കും, ഈ അമ്പലത്തിലെ നിവാസികൾ, ഇതിൻ്റെ മേൽശാന്തി മുതൽ എല്ലാവർക്കും, വന്നിരിക്കുന്ന ഈ പാലപ്പുറം ഒറ്റപ്പാലം ദേശത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും, അനിയന്മാരെ, അനിയത്തിമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കൊച്ചു കുട്ടികളടക്കം വന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ നാട്ടുകാർക്കും, എൻ്റെ അച്ഛനും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോൾ ഈ നാടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈ നാട് ഞാൻ ഏറ്റവും അധികം പാസ് ചെയ്തിട്ടുള്ള വഴിയാണ് ഈ നാട്. എൻ്റെ അനുഭവം പറയാണ്. അല്ലെങ്കിൽ ഈ പരിസരം, ഞാൻ പഠിച്ച കോളേജ് തൊട്ടടുത്താണ്. പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, 2 വർഷം അവിടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ്സിലൊന്നും വലിയതായിട്ട് കയറിയില്ല. പിന്നെ നല്ല വിജയകരമായി പൊട്ടിയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഈ നാടും അല്ലെങ്കിൽ ഒറ്റപ്പാലം വിട്ട് ഈ പാലപ്പുറം മാക്സിമം പോയി നമ്മളൊരു, എൻ്റെയൊക്കെ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലക്കിടി കൂട്ടുപാത. അത് കഴിഞ്ഞാൽ വണ്ടി തിരിക്കുകയാണ്, പേടിയാണ് പിന്നെ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ലക്കിടി കൂട്ടുപാത വരെ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വഴി, കാരണം എൻ്റെ നാട് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്താണ്. പക്ഷേ ഇവിടെ വരെ ഈ പരിസരത്ത് ഇവിടെ ഞാൻ ചായ കുടിക്കാറുണ്ട്, ഇവിടെ പഴംപൊരി കഴിക്കാൻ വരും, അവിടെ ബെസ്റ്റ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ നാട് എനിക്ക് ഏറ്റവും പരിചയമുള്ള നാടാണ്. പിന്നെ ഈ ഗ്രൗണ്ടിൽ ഞാൻ 2 പ്രാവശ്യം വണ്ടി ഓടിക്കാൻ വന്നിട്ട്, വണ്ടി ഓടിക്കണ സമയത്ത്. പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ വണ്ടി ഓടിക്കണ സമയത്ത് ഇവിടെ വണ്ടി ഓടിച്ചപ്പോൾ ഇവിടെ 2-3 ഉത്സവ കമ്മിറ്റിക്കാർ പറഞ്ഞു അനുവാദമില്ലാതെ ഡ്രൈവിംഗ് സ്കൂളല്ലാതെ ഇവിടെ ആർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടെ പോയി. കാരണം ഒരു നിയമമുണ്ടല്ലോ, നിയമം തെറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒതുക്കത്തിൽ ഞങ്ങൾ അപ്പുറത്ത് 2 പ്രാവശ്യം വണ്ടിയൊക്കെ ഓടിച്ചായിരുന്നു. അപ്പോൾ ഈ നാടും ഈ പരിസരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2 പ്രാവശ്യം ഉത്സവത്തിന്, കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന് ഞാൻ ഡാഡിയൊക്കെ കൂടെ അല്ലേ, നമ്മളൊക്കെ കൂടെ വന്നു. പക്ഷെ തിരക്ക് കാരണം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പക്ഷേ ഇവിടുന്ന് കുറേ അതിൻ്റെ ആ പൂരത്തിൻ്റെ ആ മുറുക്കും പൊരിയൊക്കെ വാങ്ങി തിരിച്ചു പോയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ആദ്യമായിട്ട് ഈ നാട്ടിൽ ഈ ഗ്രൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഞാനാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മുടെ സ്വന്തം നാട്ടിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറെ എവിടെയും കിട്ടൂല. ഞാൻ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ നടന്ന് നല്ല അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും നല്ല ബെസ്റ്റ് അമ്പലങ്ങളൊക്കെ എനിക്ക് പോകാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതിനൊരു അഭിമാനമാണ്, നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ജീവിച്ച സ്ഥലമല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും. കമ്മിറ്റി മെമ്പേഴ്സിനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് പറയാൻ. അപ്പോൾ അതെനിക്ക് എഴുതി കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് അതിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അവർ തന്നെ ഒന്ന് വായിക്കണ്ടേ?